നമസ്കാരം എന്റെ പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നാണം കെട്ട് നാറിയ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നത് ഒരു സംസ്ഥാനത്തിന്റെ സംസ്കാരത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്ര കണ്ട് നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റൊന്നുമല്ല, നമ്മൾക്കറിയാം പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എന്നാൽ നിയമസഭ ചവിട്ടിപ്പൊളിച്ച തല്ലിപ്പൊളിച്ച ശിവതാണ്ഡവമാടിയ ശിവൻകുട്ടി, ഈ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയുള്ള ശിവൻകുട്ടി, അയാളുടെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ വിഷയം പുറത്തു വന്ന സമയം തന്നെ ഇയാൾ ആദ്യം പറഞ്ഞു എന്തെന്നറിയാമോ? സ്കൂളുകളെ യൂണിഫോമിൽ ഇത്തരത്തിൽ മതമൊന്നും കടന്നു വരാൻ പാടില്ല, സ്കൂൾ യൂണിഫോം തന്നെ ആയിരിക്കണം എന്ന്. അത് ആദ്യത്തെ പ്രതികരണം. അത് കഴിഞ്ഞ് സുഡാപ്പികളൊക്കെ ശിവൻകുട്ടിക്ക് മണ്ടക്കിട്ട് 4 കൊട്ട് കൊടുത്ത സമയത്ത് ശിവൻകുട്ടി ഒറ്റ ചാട്ടാണ് ഇപ്പുറത്ത്. ശിവൻകുട്ടി പറയുന്നു, സ്കൂൾ മര്യാദക്ക് നിന്നോണം, ഏത് കുട്ടി ഏത് വസ്ത്രമിട്ട് വന്നാലും അവരെയാണ് കയറ്റിക്കോണം, മുസ്ലിം പെൺകുട്ടികൾ ഇനിയിപ്പൊ മുഖം മറയ്ക്കാതെ പർദ്ദ ഇട്ട് വന്നാലും ജാമിദ ടീച്ചറും ആരിഫ് ഹുസൈൻ സാറൊക്കെ പറയുന്ന പോലെ അപ്പിക്കുപ്പായം ഇട്ട് വന്നാലും അങ്ങോട്ട് കയറ്റിക്കോണം, മര്യാദക്ക് നിന്നോണം, അല്ലെങ്കിൽ നിന്റെ NOC ഞാൻ കട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതികരണം നടത്തി. എന്നാൽ ആ പ്രതികരണത്തിന് ചുട്ട മറുപടി ആയിക്കൊണ്ട് ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളും അതുപോലെ ഈ സ്കൂളിന്റെ ലീഗൽ അഡ്വൈസറായുള്ള വക്കീലും ഒക്കെ പച്ചയ്ക്ക് ശിവൻകുട്ടീനെ നിയമം പഠിപ്പിച്ചു. ശിവൻകുട്ടി, നീ പഠിച്ച 1-ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസമല്ല യഥാർത്ഥത്തിലുള്ള നിയമം. നിന്റെ പേരിന് മുമ്പിൽ വിദ്യാഭ്യാസ മന്ത്രി എന്നുണ്ടെങ്കിലും നിന്റെ വിദ്യാഭ്യാസം എന്താണ് എന്ന് യഥാർത്ഥത്തിൽ ഇതാണ് എന്ന് പച്ചയ്ക്ക് പൊളിച്ചടുക്കിക്കൊണ്ട് പ്രിൻസിപ്പളും അതുപോലെ തന്നെ അവരുടെ ലീഗലായിട്ടുള്ള അഡ്വക്കേറ്റും കൃത്യമായിട്ട് ഒരു ലേഡി തന്നെ 2 ലേഡികൾ വന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ കൃത്യമായിട്ട് പറഞ്ഞു. കാരണം ഞങ്ങൾ പാലിക്കുന്നത് ഈ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥകളെ, നിയമവ്യവസ്ഥകളെ, ഭരണഘടനയെയാണ്. അല്ലാതെ ശിവൻകുട്ടി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സഖാവിനെ അല്ല, അന്തംകമ്മിയെ അല്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞതോടുകൂടി വീണ്ടും നമ്മുടെ ശിവണ്ണൻ U-ടേൺ അടിച്ചുകൊണ്ട് ഇപ്പുറത്തോട്ട് ചാടിക്കൊണ്ട് പറഞ്ഞു, അവിടെ പരിപാടിയൊക്കെ അവിടെ സെറ്റിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇതിൽ ഇടപെടുന്നില്ല, അത് അവര് തന്നെ ശരിയാക്കിയിട്ടുണ്ടല്ലോ, പ്രശ്നം തീർന്നല്ലോ എന്നൊക്കെ. നമുക്ക് 2 ദിവസം മുമ്പേ ഈ പ്രശ്നം തീർന്നതാണ്. അതായത് ഈ പെൺകുട്ടിയെ, ഈ വിദ്യാർത്ഥിനിയുടെ ബാപ്പയായിട്ടുള്ള സുഡാപ്പി, ആ സുഡാപ്പിയെ പുറമെയുള്ള SDP അടക്കമുള്ള, അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയുടെ, രാജ്യം നിരോധിച്ച ഇസ്ലാമിക ഭീകര സംഘടനയുടെ രാഷ്ട്രീയ സംഘടന SDP, ഈ SDP-യുടെ പിന്തുണയോടുകൂടി ഈ മദ്രസ പൊട്ടൻ, ഈ കുഞ്ഞിന്റെ ബാപ്പ രംഗത്ത് വരുന്നു. അത് കൃത്യമായിട്ടും എല്ലാവരും ഏറ്റെടുക്കുന്നു. സ്കൂളുകളിലൂടെ മതവർഗീയത വളർത്തുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ SDP-യുടെ ആ ശുദ്ധ വൃത്തികേട്, വർഗീയത, രാജ്യത്ത് നടക്കുന്ന ഇസ്ലാമിക ഭീകരത, അത് പച്ചയ്ക്ക് രംഗത്ത് പുറത്തു വന്നതോടുകൂടി ഇന്നിപ്പോൾ SDP-യുടെ നമ്മുടെ അഷ്റഫ് മൗലവി ഒക്കെ ഉണ്ടല്ലോ, തൊടുപുഴ ആണ് തോന്നുന്നയാളുടെ, തൊടുപുഴ അഷ്റഫ് മൗലവിയോ, അയാളൊക്കെ ഇന്ന് പ്രസ്താവന ഇറക്കേണ്ടി വന്നു. അയാൾ പറഞ്ഞ പ്രസ്താവന എന്തെന്നറിയാമോ? സ്കൂളുകളിൽ യൂണിഫോം തന്നെയാണ് വേണ്ടത്, അവിടെ പർദ്ദയും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തലയിലൊക്കെ എടുക്കുന്ന ഇമാതിരി പരിപാടികളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെ സംസാരിക്കുന്ന SDP-ക്കാരാണെങ്കിലും അവരെ തള്ളിപ്പറയുമെന്ന് പറയേണ്ടി വന്നു. എന്തുകൊണ്ടെന്നറിയാമോ? മുസ്ലിം സമുദായത്തിനെ ഒന്നടങ്കം ഇന്ന് ലോകം ഒന്നടങ്കം നോക്കിക്കാണുന്നത് സമാധാനം നശിപ്പിക്കുന്ന, ലോകത്താകമാനം തീവ്രവാദം വളർത്തിക്കൊണ്ട് അന്യമതസ്ഥരെ കൊന്നൊടുക്കാൻ പറയുന്ന ഇവന്റെയൊക്കെ കിതാബ് പഠിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഈ ഭീകരവാദികളെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ്. അത് കേരളത്തിൽ നടപ്പാക്കാൻ നോക്കി, കർണാടകയിൽ നോക്കി നമ്മൾ നടക്കാൻ ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വിട്ട് അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അവിടെ നടക്കില്ല, അത് ഹൈക്കോടതിയിലെത്തി, അവസാനം സുപ്രീം കോടതിയിലെത്തി. അവിടെ നിന്നൊക്കെ കണ്ടം വഴി ഓടിയപ്പോൾ ഞമ്മന്റെ പിണറായി രാജാവ് ഇസ്ലാമിക പ്രീണനം നടത്തുന്ന സകല അന്തംഗമ്മികളും പിന്നെയോ മത്സരിച്ച് ഞാനാണടാ ഏറ്റവും കൂടുതൽ പ്രീണനം നടത്തുന്നെന്ന് പറയുന്ന കോൺഗ്രസ്സുകാരും ഒക്കെ പുളച്ചു മറിയുന്ന ഈ അൽഖോരള നാട്ടിലാക്കി കളയാമെന്ന് കരുതി. അത് ഏകദേശം അവർ വിജയിക്കുകയും ചെയ്തു. പക്ഷെ പൊതുജനം എന്ന് പറയുന്ന അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം കൂട്ടിക്കലർത്താതെ ഒരു വിഭാഗം ഇവിടെയുണ്ട്. ആ വിഭാഗം ഒന്നടങ്കം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇടപെട്ടതോടുകൂടി U-ടേൺ തിരിയേണ്ടി വന്നു സകല ഇസ്ലാമിക കൊടും ഭീകരവർഗത്തിനും. മാത്രമല്ല ഈ ശിവൻകുട്ടിയെ പോലെയുള്ള യാതൊരു ചുക്കിനും ചുണ്ണാമ്പിനും പറ്റാത്ത ഒരു തെമ്മാടി എന്നാരെങ്കിലും സംശയിച്ചാലും കുറ്റപ്പെടുത്താനാവില്ല. കാരണം നിയമസഭ തല്ലിപ്പൊളിച്ച കേസിലെ ക്രിമിനൽ കേസ് പ്രതിയാണ്. അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് ലോകം മുഴുവൻ കണ്ട ദൃശ്യങ്ങൾ പോലും സാക്ഷി നിർത്തി അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആ തൊലിക്കട്ടി ഉണ്ടല്ലോ, ഇവനെയൊക്കെ എന്താണ് വിളിക്കേണ്ടത്? ഇവനെയൊക്കെ മന്ത്രി എന്ന് വിളിച്ച് വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേറെ ആളെ നോക്കിക്കോണം. ഇവനെ ശിവൻകുട്ടി എന്നൊക്കെയാണ് നാട്ടുകാർ വിളിക്കുന്നത്. ഞാൻ കണ്ടു ഷാജൻസ്കറിയ സാർ തന്നെ ശിവൻകുട്ടിയെ വളരെ ഒരു മാന്യതയും നൽകാതെ തന്നെ പ്രതികരണം നടത്തിയ അതൊക്കെ ഞാൻ കണ്ടു. അത്തരത്തിൽ തന്നെയാണ് ജനങ്ങൾ ഇന്ന് ഈ ശിവൻകുട്ടി അടക്കമുള്ള പിണറായി അടക്കമുള്ള ആളുകളെ കാണുന്നത്.
ആ രംഗം ആ രീതിയിലേക്ക് അവർ ഈ കേരളത്തെ എത്തിച്ചു. ഏതായാലും TP സെൻകുമാർ സാർ കൃത്യമായിട്ടും ഈ ശിവൻകുട്ടിക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് പച്ചയ്ക്ക്. അത് കേൾക്കേണ്ടത് തന്നെയാണ്, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടതുമാണ്. അതെങ്ങനെ വരുന്നതെന്ന് അറിയാമോ? പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവനകൾ കണ്ടു. വാസ്തവത്തിൽ മതപ്രീണനം എത്രയാകാം എന്നുള്ളതിന്റെ പരിധികളുടെ എല്ലാം ലംഘനമാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന. തികച്ചും അനുചിതമാണെന്ന് പറയാതെ വയ്യ. കാരണം ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇനി ആ നിർദ്ദേശത്തിന് മുകളിൽ വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി പോകുമെന്നാണോ പറയുന്നത്? എല്ലാ കാര്യത്തിലും ഈ മന്ത്രി ആദ്യം പറയുന്ന കാര്യം മുല്ലാക്കയെയോ ബിഷപ്പിനെയോ കണ്ടാൽ കീഴ്മേൽ മറിക്കും. വിദ്യാഭ്യാസത്തിന്റെ അഭാവം കുറച്ചധികം കാണുന്നുണ്ട്. അതുകൊണ്ടാവാം ഹൈക്കോടതി പറഞ്ഞതൊന്നും മനസ്സിലാവാഞ്ഞത്. ഈ വിഷയത്തിൽ വളരെ വ്യക്തമാണ്. കർണാടകയിൽ ഉണ്ടായ ഹിജാബ് വിഷയത്തിലെ വിധി നിലനിൽക്കുകയാണ്. അതിനെതിരെ സുപ്രീം കോടതിയിൽ അവർ പോയി. ആരാണ് അവർ? ഈ സുഡാപ്പികൾ പോയി. അവിടെ 2 ജഡ്ജിമാരും 2 വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു. അതിനാൽ ആ കേസിൽ ഇതുവരെ വിധി വന്നിട്ടില്ല. അതുകൊണ്ട് കർണാടക ഹൈക്കോടതി വിധി നിലനിൽക്കുകയാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഹിജാബ് നിക്കാബ് ഇതൊന്നും മതപരമായ നിർബന്ധമല്ല മുസ്ലിം ഈ വിദ്യാർത്ഥികൾക്ക് എന്നുള്ളത്. അതായത് സ്കൂളിൽ യൂണിഫോം നിർബന്ധമാക്കാം എന്നുള്ളത്. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയും ഇതിനു മുൻപ് വന്നിട്ടുള്ളതാണ്. തിരുവനന്തപുരം തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 2 വിദ്യാർത്ഥികൾ നൽകിയ സമാന ഹർജിയെ സംബന്ധിച്ചാണ്. മതവിശ്വാസം അനുസരിച്ച് അവരവരുടെ ഇഷ്ടമനുസരിച്ചുള്ള വേഷം ധരിക്കാനാണെങ്കിൽ ചില ജെയിൻ കമ്മ്യൂണിറ്റികൾക്ക് ദിഗംബരൻ, നമുക്കറിയാം ദിഗംബര വിഭാഗം, അവകാശമാണ് അവരുടെ വേഷം. അവർ നഗ്നരായി സ്കൂളുകളിൽ വന്നാൽ ഈ ശിവൻകുട്ടി മന്ത്രി സമ്മതിക്കുമോ? അതും അവരുടെ മത അവകാശമാണ്. മതാവകാശത്തെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ശിവൻകുട്ടിക്ക് ഇത് കേട്ടാൽ ഇനി തൂങ്ങിച്ചാവല്ലാതെ വേറെ നിവൃത്തിയില്ല. മതം പറയുന്നു അവർ നഗ്നരായി വരണമെന്ന്. അവരും ന്യൂനപക്ഷങ്ങളാണ്. അവർക്ക് വേണ്ടി അത് വാദിക്കുവാൻ പറ്റുമോ? ഇപ്പോൾ അതൊന്നും അനുവദിക്കുന്ന ഒരു സാഹചര്യം ഇല്ല. കാരണം അതിനെല്ലാം കാരണങ്ങൾ വ്യക്തമായുള്ള നിയന്ത്രണങ്ങളുണ്ട്. അല്ലാതെ മതത്തിന്റെ അവകാശങ്ങൾ അനിയന്ത്രിതമായുള്ള കാര്യങ്ങളെ അല്ല, നിയന്ത്രിതമായുള്ള അവകാശങ്ങളാണ് അതെല്ലാം. ഭരണഘടനയുടെ അനുച്ഛേദം 25 മുതൽ വായിച്ചു നോക്കൂ. അത് വായിച്ചു നോക്കിയാൽ മന്ത്രിക്ക് മനസ്സിലാകും എല്ലാം അനിയന്ത്രിതമായ സ്വാതന്ത്ര്യങ്ങൾ അല്ല എന്ന് മനസ്സിലാവും. അതുപോലെ ആ സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആരാണ്? SDPI. അതിന് SDPI കുറ്റപ്പെടുത്താൻ തന്റേടവും ധൈര്യവും ഇല്ലാത്ത അവിടുത്തെ MP ഹൈബി ഈഡൻ പറയുന്നത് RSSകാരും BJPക്കാരും ഒന്നും പ്രശ്നമുണ്ടാക്കിയെന്നാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞതേ ഉള്ളൂ, RSSകാരും BJPക്കാരും അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഛത്തീസ്ഗഡിലാണെങ്കിലേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ അവിടെ ഇങ്ങനെ പറയുന്നത്. എങ്ങനെയാണ് ഇയാൾക്ക് SDPIക്കാരെ RSSകാരും BJPക്കാരുമായി കാണാൻ കഴിഞ്ഞത്? നട്ടെല്ലില്ലാത്ത ഒരു MP ആണ് ഹൈബി. അതുകൊണ്ട് മാത്രമാണ് ഈ MP ഇതൊക്കെ പറയുന്നത്. SDPI കണ്ടാൽ കമിഴ്ന്നു വീഴുന്ന ഒരു MP ആണ് ഹൈബി ഈഡൻ. മുനമ്പത്ത് അത് കണ്ടതാണ്. അവിടെ പറയുന്നത് RSS BJPക്ക് ഭീഷണിക്ക് മുൻപിൽ മുട്ടുപൊടുക്കില്ല എന്ന്. അവിടെ വന്നത് SDPI ആണ്. അവരെ പറയാൻ മുട്ടിടിക്കുന്ന MP അവരെ പറയാതെ വല്ലവരെയും പറയുന്നു. ഇനിയോ സുഡാപ്പികളുടെ അടുത്ത ചോദ്യം, കന്യാസ്ത്രീകൾ എന്തുകൊണ്ട് ഇത് ധരിച്ചിരിക്കുന്നു എന്നാണ്. അത് അവരുടെ യൂണിഫോം ആണ്. പക്ഷെ അവർ ആ സ്കൂളിലെ വിദ്യാർത്ഥിയല്ല. അവർ വിദ്യാർത്ഥികളായിരുന്നുവെങ്കിൽ ആ സ്കൂളിലെ നിയമം അനുസരിച്ചുള്ള യൂണിഫോം മാത്രമേ അവർ ധരിക്കാൻ പാടുള്ളൂ, ധരിക്കുമായിരുന്നുള്ളൂ. ഏതായാലും അവർ ആ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. പ്രിൻസിപ്പാളോ അധ്യാപികയോ ആകാം. യൂണിഫോം എന്നത് വസ്ത്രത്തെ സംബന്ധിക്കുന്നതാണ്. അതിൽ കുരിശുമാലയോ കുങ്കുമപ്പൊട്ടോ ഒന്നും അതിൽ ബാധകമല്ല. നെറ്റിയിലെ നിസ്കാര തഴമ്പ് മാറ്റിക്കൊണ്ടുവരാൻ പറയാൻ പറ്റുമോ? അത് മാറ്റാൻ ആർക്കും പറയാൻ പറ്റില്ല. കാരണം യൂണിഫോമിന്റെ ഭാഗമല്ല. അതുപോലെ പോലീസിൽ, പട്ടാളത്തിൽ എല്ലാം ഡ്രസ് കോഡ് ഉണ്ട്. പട്ടാളത്തിന്റെ കാര്യം പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ച് പത്രസമ്മേളനം നടത്തിയത് ആരാണ് എന്ന് അറിയാമല്ലോ? കേണൽ സോഫിയ ഖുറേഷി. അവരൊരു മുസ്ലിം ആണ് എന്നതാണ് ഇവിടെ പറയുന്നത്. അവർ പത്രസമ്മേളനത്തിന് വന്നത് ഹിജാബ് ധരിച്ചോ നിക്കാബ് ധരിച്ചോ അല്ല, കരസേനയുടെ യൂണിഫോമിലാണ്. ലോകം മുഴുവൻ അത് കണ്ട് ആവേശം കൊണ്ടും. അതുകൊണ്ട് ഇവിടെ പലരും ചെയ്തു കൂട്ടിയ വിവാദങ്ങൾ എല്ലാം തെറ്റാണ്. ഒരു സ്ഥലത്ത് കയറി കേരളം ഒരു ശരീഅത്ത് രാജ്യമാക്കാനുള്ള നടപടികളാണ് നടക്കുന്നത്. പല സ്ഥലത്തും നമ്മൾ ദിവസേന ഇത്തരം വാർത്തകൾ കാണുന്നുണ്ട്. ഇവർ പതുക്കെ പിടിമുറുക്കുകയാണ്. ഇവരുടെ മുന്നിൽ കമിഴ്ന്നു കിടന്ന് കാല് നക്കുകയാണ് LDFും UDFും. ഇസ്ലാം ജന്മമെടുത്ത സൗദി അറേബ്യയിൽ പോലുമില്ലാത്ത മത നിയമങ്ങളാണ് കേരളത്തിലും ഭാരതത്തിലും നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളും സൗദിയുമെല്ലാം പുരോഗമനപരമായ നിലയിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ ചിലർ 6ാം നൂറ്റാണ്ടിലേക്ക്, കാട്ടറബി നൂറ്റാണ്ടിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു.
അതുകൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. കേരളത്തെ ഒരു ശരീഅത്ത് രാജ്യമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അതിന് തീവ്രവാദികൾ ഓരോരോ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. അതിൽ വിജയിച്ചാൽ അടുത്തതിലേക്ക് പോകും. ശിവൻകുട്ടി മന്ത്രി പറയുന്നത് തെറ്റാണ്. ഇവിടെ ഒരു കോടതിയുണ്ട്. കോടതി വിധി അനുസരിച്ച് അവിടെ ഈ കുട്ടിയുടെ മാതാപിതാക്കളും സ്കൂൾ മാനേജ്മെന്റും തമ്മിൽ ഒരു ധാരണയുമായിട്ടുണ്ട്. ആ കുട്ടി സ്കൂൾ യൂണിഫോം ധരിക്കുമെന്നും നിയമങ്ങൾ പാലിക്കുമെന്നും അത് തള്ളിക്കളഞ്ഞ് നടപടിയെടുക്കാനുള്ള അധികാരം ശിവൻകുട്ടി എന്ന വിദ്യ ആഭാസ മന്ത്രിക്കില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മന്ത്രിയോടും കേരള സർക്കാരിനോടും എനിക്ക് പറയാനുള്ളത്, കുമാരനാശാൻ ഒരു നൂറ്റാണ്ട് മുൻപ് പറഞ്ഞതാണ്, ഇന്നലെ ചെയ്തൊരു അബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം, അതിൽ മൂളായിക സമ്മതം രാജൻ എന്ന വരികൾ തന്നെയാണ്. ഇതാണ് സെൻകുമാർ സാറിന്റെ ദീർഘമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്. നമുക്ക് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇവിടുത്തെ മുസ്ലിം സമൂഹം ഈ പറയുന്ന SDPI, പോപ്പുലർ ഫ്രണ്ട്, ഇസ്ലാമിക തീവ്രവാദികൾ പടച്ചുവിടുന്ന ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് ചൂട്ടുപിടിക്കാൻ വേണ്ടി രംഗത്ത് വരുമ്പോൾ അവർ ലോകത്താകമാനം കോമാളികളാവുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി മുസ്ലിങ്ങൾ രംഗത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷ ഞമ്മന്റെ 6-ാം നൂറ്റാണ്ടിലെ ആ കാട്ടറിവി പോലും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ചിരിക്കാനുള്ള വകകളായി മാറ്റുകയാണ് ഈ നാട്ടിലെ മുസ്ലിം സമുദായം ഒന്നടങ്കം ഇതിനെ പിന്തുണച്ചുകൊണ്ട് എന്ന് കാണുമ്പോൾ അവരോട് നിശേഷം സഹതാപമുണ്ട് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. എന്തായാലും സെൻകുമാർ സാർ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. നാണവും മാനവും ഉളുപ്പുമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി എന്ന് തന്നെയാണ് അദ്ദേഹം ഇയാളെ വിളിച്ചിട്ടുള്ളത്, ശിവൻകുട്ടിയെ. ഈ ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകൾ ചൂട്ടിന്റെ നടുവിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വീശുക, എന്നിട്ടോ എരുകയറ്റിക്കൊടുത്ത് 3 വിഭാഗങ്ങൾ തമ്മിലുള്ള ആളുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുന്ന കാട്ടുചെന്നായി മാറിയിട്ടുള്ള ഈ രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാരെ ഇതിൽ പരം കൂടുതലൊന്നും പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന അമേദ്യം കഴുകും തോറും അത് അമേദ്യം മാത്രം തന്നെയാണ്, അല്ലാതെ അത് സ്വർണത്തിന്റെ കട്ടിയായി മാറുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മാക്രികളെ, കമ്മ്യൂണിസ്റ്റ് നരഭോജികളെ എത്രത്തോളം ഇങ്ങനെ കഴുകി പറഞ്ഞാലും എത്രത്തോളം ഉപദേശിച്ചാലും അത് മാക്രി തന്നെയായിരിക്കും. അതിനേക്കാൾ നല്ലത് ഒരു കഴുതയ്ക്ക് ക്ലാസ് എടുത്തുകൊണ്ട് കഴുതയെ നന്നാക്കി എടുക്കുക എന്നായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇസ്ലാമിക സമുദായം ഇത് മനസ്സിലാക്കിക്കൊണ്ട് SDPI പോലുള്ള, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്ര ജിഹാദികളുടെ ഈ അജണ്ടയ്ക്ക് വഴങ്ങിക്കൊണ്ട് വെറും വെളിച്ചെണ്ണ മദ്രസ പൊട്ടന്മാരായി മാറി ലോകത്തൊന്നടങ്കം പരിഹാസ്യ കഥാപാത്രങ്ങളായി മാറുന്നതിനെ അവർ തന്നെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ഉച്ചത്തിൽ പറയേണ്ടതുണ്ട്. സെൻകുമാർ സാറിന്റെ വാക്കുകൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.